എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. എല്ലാവർക്കും വെളുത്തിരിക്കണം എന്നൊരാശയാണ് പൊതുവെ. അങ്ങനെ സ്കിൻ കെയറിലും ഡെയിലി ആയിട്ടുള്ള റുട്ടീൻസിലും ഒരുപാട് മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഡെയിലി ക്ലിനിക്കിൽ പല കേസുകളും കാണുന്നുണ്ട്. ജസ്റ്റ് ഓൺലൈനിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക, ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് സ്കിന്നിന് ഡാമേജ് ആവുക, പിന്നെ അവർക്കത് മനസ്സിലാവാതിരിക്കുക, തിരിച്ച് ഈ ഡാമേജിനെ അവർ മാനേജ് ചെയ്യാൻ പോകുക. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻസിൽ മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോൾ വെളുക്കാൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ക്രീം പറയും, അതിനെ ഉപയോഗിക്കും. അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് വരുമ്പോൾ പിന്നെ ഫേസിൽ മറ്റൊരു ക്രീം ഉപയോഗിക്കും. അങ്ങനെ പല പല തരത്തിലുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ മുഖം വളരെ മോശമാക്കുന്ന ഒരു ടെൻഡൻസി ഇന്നത്തെ തലമുറകളുടെ ഇടയിലുണ്ട്. പലരിലും ആരും ഒരു കറക്റ്റ് കൺസേൺ എടുക്കുന്നില്ല. എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കെയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്കിൻ ഏത് ടൈപ്പാണെന്നൊന്നും അനലൈസ് ചെയ്യാണ്ടാണ് പലരും പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമ്മൾ സ്കിന്നിനെ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നു, അതേപോലെ തന്നെ എന്തൊക്കെ പ്രോഡക്ട്സ്, എന്തൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ റുട്ടീൻസ് ഒക്കെ ബേസിക്കലി വേണ്ട പ്രോഡക്ട്സ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പലരും അതിനെപ്പറ്റി ഒന്നും അവെയർ അല്ല. കാരണം നമ്മളിപ്പോൾ ജനറലി ഒരു കെയറിൻ്റെ കാര്യം പറയുമ്പോഴും അവർ ചോദിക്കുന്നതൊക്കെ എപ്പോഴും ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരുപാട് പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മുടെ സ്കിന്ന് എപ്പോഴും ഒരേപോലെ ഇരിക്കണം എന്നില്ല. നമുക്ക് ഏജ് ആവും തോറും സ്കിന്നിന് ഒരുപാട് ചേഞ്ചസ് വരും. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും, ഏജിങ് ആയിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് നമ്മുടെ സ്കിന്നിൽ വരും. അപ്പം അങ്ങനെ വരുമ്പം അനുയോജ്യമായിട്ടുള്ള ഒരു ഗൈഡൻസോട് കൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഏതാണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെർമറ്റോളജിയോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് മാത്രമേ നിങ്ങൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം എനിക്ക് ഇന്ന് കൂടി വന്ന ചില കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഫേസിൽ യൂസ് ചെയ്യുകയാണ്. എന്തിനാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ അത് പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വന്നു, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഡോക്ടർ, അത് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ മുഖം ഭയങ്കര മോശമായി പോകും. ആ രീതിയിൽ ലോങ് ടേം ആയിട്ട് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഒക്കെ അപ്ലൈ ചെയ്ത് മുഖം വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പ്രോഡക്ട്സിനെ, അത് കൃത്യമായിട്ട് അതൊരു മെഡിസിൻ ആണെങ്കിൽ അതിനൊരു കാലാവധിയുണ്ട്. പല സ്റ്റിറോയിഡ് കണ്ടന്റുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കണ്ടന്റുള്ള മെഡിസിൻസിനും അതിനൊരു കാലാവധിയുണ്ട്. കണ്ടീഷണലി മാത്രം സ്പെസിഫിക് ആയ ടൈമിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ലോങ് ടേം ആയിട്ട് ഒരു ഡെയിലി കെയർ പോലെ മറ്റൊന്നും അപ്ലൈ ചെയ്യാണ്ട് ഒരു ഡെയിലി കെയർ റുട്ടീനിൽ നിങ്ങൾ അങ്ങനത്തെ ക്രീംസ് യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിന്ന് മോശമാവും. പിന്നെ വളരെയധികം കോംപ്ലിക്കേഷൻസും ഒരുപാട് സ്കിൻ ഇഷ്യൂസും അതിൻ്റെ കൂടെ വരികയും ചെയ്യും. അതുകൊണ്ട് സ്കിൻ കെയർ റുട്ടീനിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സംഗതികളാണ് ഒരു നല്ല ക്ലെൻസർ, ഒരു ടോണർ, പിന്നെ ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങളാണ്. അതൊരു മേക്കപ്പ് എന്നൊരു ലെവലിൽ എടുക്കാണ്ട് ബേസിക് ആയിട്ട് വേണ്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അത് ഇപ്പം ഫീമെയിൽസ് തന്നെ നല്ല ഞാൻ പറഞ്ഞു, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും രണ്ടു പേർക്കും ബേസിക് ആയിട്ട് ഒരു ഏജ്, ഒരു എക്സ്പെഷ്യലി ഒരു 20+ അല്ലെങ്കിൽ 30+ ഒക്കെ പോകുമ്പോൾ ആ ഏജിന്റെ കണക്കാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യണം. ഒരുപാട് തരത്തിലുള്ള മോയ്സ്ചേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ജെൽ ബേസ്ഡ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏതാണ് വേണ്ടത്. ഇപ്പം സഡൻ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡ് കുറച്ചുകൂടെ ഓയിൽ കണ്ടന്റ് ഉള്ള ക്രീംസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇപ്പം ജെൽ ബേസ്ഡ് യൂസ് ചെയ്യാം കുറച്ച് എക്സ്ട്രീം ഓയിലി സ്കിൻ ഉള്ളവർക്ക്. അപ്പം പിന്നെ വേറെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ പലരും ഭയങ്കര പിമ്പിൾസ് ഒക്കെ ഉണ്ടായിട്ടും ഭയങ്കരമായിട്ട് ഓയിൽസ് ഒക്കെ വെച്ചിട്ട് മസാജ് കൊടുത്ത് പിമ്പിൾസിനെ കൂട്ടി, അങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒന്നും സംഭവിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ഓയിലി സെക്രീഷൻസ് നിങ്ങളുടെ ഫേസിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓയിൽസും നിങ്ങൾക്ക് സെറ്റായി പോകത്തില്ല, നിങ്ങൾക്ക് അത് കൂടത്തതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ മിസ്റ്റേക്സ് വരാണ്ട് ശ്രദ്ധിക്കുക. ഒരു നല്ലൊരു ക്ലെൻസർ നിങ്ങളുടെ ഫേസിന് ഓയിൽ ഫ്രീ ആക്കുന്ന, അല്ലെങ്കിൽ ആക്ടി ഉണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്ലെൻസർ, അതേപോലെ നല്ലൊരു ടോണർ എപ്പോഴും നല്ലത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ടോണേഴ്സ് ആണ് എപ്പോഴും നല്ലത്. അതിനെ യൂസ് ചെയ്തിട്ട്, അത് കൂടാണ്ട് വിറ്റാമിൻ സി സിറം മസ്റ്റാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ഏജിനനുസരിച്ച് നമുക്ക് ഓരോ സിറംസ് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ പോകുന്നു, നിങ്ങളൊരു ക്രീം അപ്ലൈ ചെയ്യുന്നു, ഭയങ്കരമായിട്ട് നിങ്ങൾ വേർത്തങ്ങ് ഒഴുകും,
പൊതുവെ നമുക്കിവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സിറംസ് യൂസ് ചെയ്യുന്നത് ബെറ്റർ സൊല്യൂഷൻ ആയിരിക്കും. വിറ്റമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കൈവശമൊന്ന് ടാമ്പ് ചെയ്ത് ഫേസിൽ ടാമ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ സ്വെറ്റിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് മസ്റ്റായിട്ട് സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഒരുപാട് വെയിലത്തൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ ഒരുപാട് ടാൻഡ് ആയിട്ട് സ്കിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷനിലേക്ക് മെലാസ്മ പോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വൺസ് ഇൻ 2 hours നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ്. അത് മറക്കാതിരിക്കുക. ഇപ്പം ഒഫീഷ്യൽ ഡ്യൂട്ടി അല്ലെങ്കിൽ അധികം സൺ എക്സ്പോഷർ ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പോലും, ഡയറക്റ്റ് സിസ്റ്റം എക്സ്പോഷർ ആണെങ്കിൽ പോലും നമ്മളത് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഒരു 8 hour കവറേജ് എന്നൊക്കെ പറഞ്ഞ സൺസ്ക്രീൻസ് വരുന്നുണ്ട്. എങ്കിലും എക്സ്ട്രീം ഹീറ്റിൽ പോകുമ്പം അത് നമുക്ക് യോജിക്കണമെന്നില്ല. അപ്പോൾ ഒരു 2-3 hours നമ്മൾ സൺസ്ക്രീന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൺസ്ക്രീനും ഇപ്പോൾ വളരെ ട്രാൻസ്പെറൻറ്റും നമുക്ക് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൺസ്ക്രീൻസ് ഉണ്ട്. അത് നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് കാണിച്ച് മനസ്സിലാക്കി തന്നെ യൂസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും, അതേപോലെ തന്നെ നല്ലൊരു ക്ലെൻസറും ടോണറും നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിൽ അത് മസ്റ്റ് ആയിരിക്കണം. അല്ലാതെ വെളുക്കണം എന്നൊരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോജിക് ആസിഡ് കണ്ടന്റ് ഒക്കെ ഉള്ള ക്രീം നിങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുക. ഗ്ലൂട്ടാത്തിയോൺ ക്രീംസ് ഒക്കെ ഉണ്ട്. ഒരു പരിധി വരെ നമ്മളിപ്പോൾ ഇന്റേണലി നമ്മൾ ചെയ്യുന്ന കെയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണലി ഒന്നും കെയർ ചെയ്യാണ്ട് വെറുതെ എക്സ്റ്റേണലി ക്രീംസ് മാത്രം ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ധാരാളം ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ശീലിക്കണം, നല്ല ഹൈഡ്രേറ്റ് ആയിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നായാലും ഹെയർ ആയാലും ഓവറോൾ നല്ല രീതിയിൽ ഇരിക്കത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം എപ്പോഴും എല്ലാം പ്രോഡക്ട്സിനെ മാത്രം ആശ്രയിച്ചിരിക്കാനായിട്ട് നോക്കാതിരിക്കുക. ഒത്തിരി മിസ്റ്റേക്സ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരും വരുത്തുന്നത്. പലപ്പോഴും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹെവി ആക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല സൈഡ് റിയാക്ഷൻസ് ഉള്ള മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് അവസാനം അതിലവർ അഡിക്റ്റഡ് ആണ്. അവർക്കത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും വരാണ്ട് സേഫായിട്ട് ആദ്യമേ പ്രാരംഭഘട്ടത്തിൽ നിങ്ങളൊരു നല്ല കൺസൾട്ടേഷൻ എടുത്ത് എത്ര കാലം ഒരു മെഡിസിൻ തന്നാൽ മെഡിസിനാണ് അതെങ്കിൽ അത് എത്ര കാലം ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ എത്ര കാലം എങ്ങനെയാണ് നമ്മളതിനെ മോണിറ്റർ ചെയ്തത് നോക്കുക. ഒരു ഡോക്ടർക്ക് ഒരിക്കൽ പോയിട്ട് പിന്നെ വർഷക്കണക്കിന് പോകാണ്ടിരുന്ന് അത് അങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. ഇപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾക്ക് ഡെയിലി വേണ്ട സംഗതികളാണ്. കാരണം നമുക്കിപ്പോൾ ഡാമേജ് വന്നതിന് ശേഷം മാത്രം റിപ്പയർ ചെയ്ത് പിന്നെ നിർത്താം, അങ്ങനെയല്ല. അത് നിങ്ങൾ സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കണം മോയ്സ്ചറൈസറും സൺസ്ക്രീനും. അത് നിങ്ങളുടെ നമ്മൾ എത്രത്തോളം നമ്മൾ വെളിയിൽ പോകാണ്ടോ ഒന്നും ഇരിക്കാറില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ എക്സ്പോസ് ചെയ്തോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ.